ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുകാവ് രക്തസാക്ഷി വിനീഷിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വിനീഷിന്റെ പ്രസ്ഥാനം ഇല്ലാതാകില്ല, വസന്തമില്ലാതാകില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. പൂക്കോട്ടുകാവ് സെൻട്രലിൽ നടന്ന വിനീഷ് അനുസ്മരണ പൊതുയോഗം SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറയുന്ന ആ മതവുമായി യാതൊരു ബന്ധവും പുലബന്ധവും RSS പറയുന്ന അവരുദ്ദേശിക്കുന്ന ഹിന്ദുത്വ സങ്കല്പത്തിനില്ല. അവരുദ്ദേശിക്കുന്ന രാഷ്ട്രസങ്കല്പം മതത്തിൽ കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെടുന്ന രാഷ്ട്രസങ്കല്പമാണ്. ഈ രാജ്യം രൂപീകരിക്കപ്പെട്ടത് കോടാനുകോടി മനുഷ്യരുടെ സ്വാതന്ത്ര്യ സമര ബോധത്തിൽ നിന്നാണ്, അവരുടെ രക്തസാക്ഷിത്വങ്ങളിൽ നിന്നാണ്. ആ രാഷ്ട്രസങ്കല്പത്തെ പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവരുടെ ഈ ഇടപെടൽ ചെന്നു നിൽക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അതിൽ അവർ ഏറ്റവും ഭീഷണിയായി കാണുന്ന ഒരാളുടെ പേരാണ് മഹാത്മാഗാന്ധി. കൊന്നിട്ടും അവർക്കൊന്നിനെയും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ചില ബോധങ്ങളെ എത്ര മനുഷ്യരെ കൊലപ്പെടുത്തിയാലും, എത്ര പേരെ അരിഞ്ഞു വീഴ്ത്തിയാലും, എത്ര പേരെ നിങ്ങൾ വേട്ടയാടിയാലും, എത്ര സിനിമകൾ നിങ്ങൾ സെൻസർ ചെയ്താലും, എത്ര നാവുകൾ നിങ്ങൾ അരിഞ്ഞാലും നിങ്ങൾക്കെതിരെയുള്ള ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. RSSനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളുകൂടിയാണ് പട്ടേൽ. പക്ഷേ നെഹ്റുവിനെയും ഗാന്ധിയെയും പൂർണ്ണമായും തിരസ്കരിക്കാൻ RSS മുന്നോട്ട് കൊണ്ടുവന്ന ആശയമാണ് പട്ടേലിനെ അവതരിപ്പിക്കുക എന്ന്, പട്ടേലിന്റെ മതവിശ്വാസത്തെ ഉപയോഗിക്കുക. ഗാന്ധിയും മതവിശ്വാസിയാണ്, പക്ഷേ ഗാന്ധിയെ സംഘപരിവാർ ഗോഡ്സെയിലൂടെ കൊലപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ ഗാന്ധിയെ വ്യത്യസ്ത രൂപത്തിൽ അവർ ഉപയോഗിച്ചത്. ആ ചരിത്രപരമായ പ്രശ്നത്തിൽ നിന്നാണ് പട്ടേൽ എന്ന ആശയവുമായി അവർ മുന്നോട്ട് വരുന്നത്. ഇന്ന് സംഘപരിവാർ സംഘടനകളുടെ പോസ്റ്ററുകളിൽ, അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഭഗത് സിംഗ് കടന്നു വരുന്നു, വിവേകാനന്ദൻ കടന്നു വരുന്നു, ശ്രീനാരായണ ഗുരു കടന്നു വരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഉയർത്തിക്കാണിക്കാൻ ദേശീയ നേതൃത്വമോ ഒരു ഐഡലോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സംഘമായി സ്വയം മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് RSSന് ഇത്തരം ആളുകളെ ഹൈജാക്ക് ചെയ്യേണ്ട സ്ഥിതി എത്തിയിരിക്കുന്നത്. K. അശോക് കുമാർ അധ്യക്ഷനായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ MLA, ഏരിയ സെക്രട്ടറി K. ജയദേവൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി MR അജിത് മോഹൻ, ബ്ലോക്ക് പ്രസിഡന്റ് KK ഗോപി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിനി, AK ഷീലാദേവി, വിനീത്, മേഖലാ സെക്രട്ടറി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു.